വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് പാർലമെന്റിനകത്തും പുറത്തും. ഡോക്ടർ ബി.ആർ. അംബേദ്കറിനെതിരെ അമിത്ഷാ നടത്തിയ പരാമർശത്തിൽ പ്രതിപക്ഷ എംപിമാരുടെ പ്രതിഷേധം തുടരുന്നു. എംപിമാർ പാർലമെന്റിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുകയാണ്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജിവെക്കണമെന്നാണ് പ്രധാന ആവശ്യം. കോൺഗ്രസ് മാപ്പ് പറയണമെന്ന് BJP ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. BJP എംപിമാരും പാർലമെന്റിന് പുറത്ത് പ്രതിഷേധ മാർച്ച് ഇപ്പോൾ സംഘടിപ്പിക്കുന്നുണ്ട്. അബ്ദുൾ റഷീദ് ദില്ലിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു. റഷീദ്, കഴിഞ്ഞ ദിവസം കണ്ടതാണ് സഭയ്ക്ക് ഉള്ളിലും പുറത്തും ബി.ആർ. അംബേദ്കറിന്റെ ഫോട്ടോ ഉയർത്തി കാണിച്ചുകൊണ്ട് പ്രതിപക്ഷ എംപിമാരുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം. ഇപ്പോഴും സഭയ്ക്ക് പുറത്ത്, പാർലമെന്റിന് പുറത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്നു ഇടതുപക്ഷ എംപിമാർ. അതേസമയം ഇന്നലെ അമിത്ഷായുടെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. തൻ്റെ വാക്കുകളിൽ പറ്റിയ പിശക് അമിത്ഷാ തിരിച്ചറിഞ്ഞ് ആ വാക്കുകൾ വളച്ചൊടിക്കാനാണ്, തൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു പരാമർശം ഉണ്ടായിട്ടില്ല, അതിനെ വളച്ചൊടിക്കാനാണ് കോൺഗ്രസുകാർ, ഇടതുപക്ഷം, ഇന്ത്യ സഖ്യം തയ്യാറാകുന്നത് എന്നാണ് കഴിഞ്ഞ ദിവസം അമിത്ഷാ പറഞ്ഞത്. ഇതിന് ഏത് രീതിയിലാണ് BJP പറഞ്ഞു പിടിച്ചു നിൽക്കുന്നത്? ഒപ്പം പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തിന്റെ നിലപാടിന്റെ വിശദാംശങ്ങൾ കൂടി. വിനീഷ, കഴിഞ്ഞ ദിവസത്തേക്കാൾ ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യവും മറ്റു പ്രതിപക്ഷ എംപിമാരൊക്കെ തന്നെയും ഉയർത്തുന്നത്. ഇന്ന് പാർലമെന്റ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ പാർലമെന്റിനെ പുറത്ത് വെച്ച് അംബേദ്കറുടെ ചിത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിലെ എംപിമാരും അതോടൊപ്പം ഇടതുപക്ഷ എംപിമാരൊക്കെ തന്നെയും ഉയർത്തിയത്. പ്രധാനമായും ഇത്തരം അംബേദ്കർ അവഹേളിച്ച ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജിവെക്കണം, കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ രാജ്യത്തോട് മാപ്പ് പറയണമെന്ന് ഇന്ത്യ സഖ്യത്തിലെ എംപിമാരൊക്കെ തന്നെയും ആവശ്യപ്പെട്ടു. ഇന്ന് 10 മണിക്ക് മുമ്പ് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ തങ്ങൾ ഇത്തരത്തിൽ രാജിവെക്കൽ നടപടിയിലേക്ക് ശക്തമാക്കുമെന്ന രീതിയിലുള്ള പരാമർശങ്ങളൊക്കെ തന്നെയും കഴിഞ്ഞ ദിവസം ഇന്ത്യ സഖ്യത്തിലെ എംപിമാർ ഉയർത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പാർലമെന്റിന് പുറത്ത് വെച്ച് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇന്ത്യ സഖ്യത്തിലെ എംപിമാരും അതോടൊപ്പം ഇടതുപക്ഷ എംപിമാരൊക്കെ തന്നെയും നടത്തിയത്. എന്തായാലും അതേ സമയത്ത് ഈ പരാമർശത്തിൽ അമിത്ഷായെ സംരക്ഷിച്ചുകൊണ്ട് BJP എംപിമാരും പ്രതിഷേധവുമായി രംഗത്തെത്തി. തങ്ങളുടെ വാക്കുകൾ, അമിത്ഷായുടെ വാക്കുകളൊക്കെ തന്നെയും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വളച്ചൊടിക്കുകയാണ് കോൺഗ്രസും ഒപ്പം മറ്റു പ്രതിപക്ഷ എംപിമാരൊക്കെ തന്നെയും എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ BJP എംപിമാരും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തുന്നത്. എന്തായാലും ഇരു മുന്നണികളിലെയും എംപിമാർ പരസ്പരം മുഖാമുഖം പ്രതിഷേധങ്ങൾ ഉയർത്തുകയും മുദ്രാവാക്യങ്ങൾ ഉയർത്തുകയും ഒരു കാഴ്ചയാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് പാർലമെന്റിന് പുറത്ത് വെച്ച് നടന്നത്. എന്തായാലും സഭയും ഇപ്പോൾ അല്പസമയം മുമ്പ് ആരംഭിച്ചിരിക്കുന്നു. ഈ സഭയിലും വലിയ രീതിയിൽ പ്രതിഷേധം ഉയർത്തുമെന്ന് തന്നെയാണ് പ്രതിപക്ഷ എംപിമാരും മറ്റു എംപിമാരും ഒക്കെ തന്നെയും സൂചിപ്പിക്കുക. എന്തായാലും കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ വലിയ രീതിയിൽ പ്രക്ഷുബ്ധമായതിനെ തുടർന്ന് സഭ പിരിച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നും അത്തരത്തിൽ സഭ പ്രക്ഷുബ്ധമാക്കുമെന്ന് തന്നെയാണ് പ്രതിപക്ഷ എംപിമാരൊക്കെ തന്നെയും സൂചിപ്പിക്കുന്നത്. ഇതിൽ പ്രത്യേകിച്ചും ഇടതുപക്ഷ എംപിമാരൊക്കെ തന്നെയും രാജ്യസഭയിലും ഇത്തരത്തിൽ ജോൺ ബ്രിട്ടാസ് MP അടക്കമുള്ള എംപിമാർ രാജ്യസഭയിലും ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധം ഉയർത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസത്തിൽ ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് അമിത്ഷാ അടക്കം രംഗത്തെത്തിയിരുന്നു. തൻ്റെ വാക്കുകൾ വളച്ചൊടിക്കുകയാണ് കോൺഗ്രസ്, അതോടൊപ്പം രാജ്യത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് കോൺഗ്രസ് പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്ന രീതിയിലുള്ള വാദങ്ങളാണ് അമിത്ഷാ ഉന്നയിച്ചത്. എന്നാൽ തീർത്തും അംബേദ്കറെ ആക്രമിക്കുന്ന അല്ലെങ്കിൽ ഭരണഘടനയും രാജ്യത്തിൻ്റെ അന്തസ്സത്തെയും ആക്രമിക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കേന്ദ്രം കടക്കുന്നതെന്നും അത് അനുവദിച്ചു കൂടാനാകില്ല എന്നൊരു നിലപാടിൽ തന്നെയാണ് പ്രതിപക്ഷ എംപിമാർ, പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെയും ഇടതുപക്ഷ എംപിമാരും സമാജ്വാദി പാർട്ടി എംപിമാരും ഒക്കെ തന്നെയുള്ളത്. എന്തായാലും സഭ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. സഭയിലും വലിയ രീതിയിൽ പ്രക്ഷുബ്ധമാകുന്ന ഒരു സാഹചര്യം തന്നെയാണ് നമ്മൾ മുന്നിൽ കാണുന്നത്. അതോടൊപ്പം BJP MP പ്രതാപ് ചന്ദ്രയ്ക്ക് പരിക്കേറ്റ എന്നൊരു വിവരം കൂടി ഉന്നയിക്കുന്നുണ്ട്. അതായത് രാഹുൽ ഗാന്ധി പ്രതിഷേധത്തിനിടെ തന്നെ ഉന്തിയിടുകയും തങ്ങൾക്ക് പരിക്കേൽക്കുമെന്ന ഒരു വാർത്ത കൂടി ഇപ്പോൾ വരുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് കൂടി കടക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ പാർലമെന്റിന് പുറത്തുണ്ടായിരിക്കുന്നത്. എന്തായാലും സഭയിലും ഇരു സഭകളിലും രാജ്യസഭയിലും ലോക്സഭയിലും ഇത്തരത്തിൽ വലിയ പ്രതിഷേധം ഉയർത്താൻ തന്നെയാണ് പ്രതിപക്ഷ എംപിമാരൊക്കെ തന്നെയും ലക്ഷ്യം വെക്കുന്നത്. എന്തായാലും ഇന്നും സഭ പ്രക്ഷുബ്ധമാകും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം ഈ പാർലമെന്റിന് അകത്ത് വെച്ച് നടന്നിട്ടുള്ള അമിത്ഷായുടെ പ്രസംഗങ്ങൾ എക്സിൽ പ്രചരിപ്പിച്ച കോൺഗ്രസ് എംപിമാർക്കെതിരെ നോട്ടീസ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ എക്സ്. അതായത് സൈബർ സെല്ലിൻ്റെയും പ്രത്യേക IT മന്ത്രാലയത്തിൻ്റെയും നിർദ്ദേശത്തിനനുസരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചതെന്നാണ് എക്സ് അധികൃതർ ആരോപിക്കുന്നത്. എന്തായാലും ഈ വിദ്വേഷ പ്രസംഗങ്ങൾ വളച്ചൊടിച്ചുകൊണ്ട് അതിൽ മാറ്റം വരുത്തിക്കൊണ്ട് പ്രചരിപ്പിച്ചു കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെയും, പ്രത്യേകിച്ച് ജയറാം രമേശ് അടക്കമുള്ള എംപിമാരൊക്കെ തന്നെയും ഇത്തരത്തിൽ പ്രചാരണം നടത്തിയെന്ന ആരോപണവുമായാണ് ഇപ്പോൾ എക്സ് അധികൃതർ കോൺഗ്രസ് എംപിമാർ മാർക്കൊക്കെ തന്നെയും നോട്ടീസ് അയച്ചിരിക്കുക. എന്തായാലും അംബേദ്കർ വിഷയത്തിൽ ഇന്നും സഭ പ്രക്ഷുബ്ധമാകാൻ തന്നെയാണ് സാധ്യത. വിനിഷ.
റഷീദ്, ഈ പ്രതിഷേധത്തെ അടിച്ചമർത്താൻ ഇല്ലാതാക്കാനുള്ള നടപടികളിലേക്കാണ് കേന്ദ്ര സർക്കാർ കടക്കുന്നത്. ഇപ്പോൾ എക്സിന്റെ നടപടിയായാലും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന നടപടികളായാലും BJP എംപിമാരും പാർലമെന്റിന് പുറത്ത് പ്രതിഷേധവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അമിത്ഷാ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, കോൺഗ്രസുകാർ ഇന്ത്യ സഖ്യം തന്റെ വാക്കുകളെ വളച്ചൊടിച്ചു. ആ രീതിയിൽ തനിക്കെതിരെ ഉയരുന്ന ശബ്ദങ്ങളെ ഇല്ലാതാക്കാനുള്ള നടപടികളിലേക്ക് കടക്കുന്നു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. പക്ഷേ പ്രതിപക്ഷം പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നു. ഇന്ത്യൻ ഭരണഘടനാ ശില്പി, അത് അധിഷ്ഠിത വിഭാഗത്തിനെയും അരികുവൽക്കരിക്കപ്പെട്ടവരുടെയും ശബ്ദമായി മാറിയ BR അംബേദ്കറിനെ ഏത് രീതിയിൽ അവഹേളിക്കരുതോ ആ രീതിയിൽ അവഹേളിച്ചാണ് കഴിഞ്ഞ ദിവസം പാർലമെന്റിനകത്ത് അമിത്ഷാ ഇത്തരത്തിലൊരു പ്രസ്താവന ഇറക്കിയത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ്. എനിക്ക് തോന്നുന്നു റഷീദ്, ഇപ്പോൾ രാഹുൽ ഗാന്ധി സംസാരിക്കുന്നുണ്ട്. നമുക്ക് തത്സമയം അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. वो मुझे ऐसे रोकने की कोशिश कर रहे थे, धकेल रहे थे और मुझे धमका रहे थे, तो वो हुआ है बस। देखिए देखिए, हाँ हाँ किया है मगर ठीक है, कोई मतलब धक्का मुक्की से हमें कुछ होता नहीं है, मगर ये एंट्रेंस है पार्लियामेंट हाउस की और हमारा अधिकार है अंदर जाने का, और बीजेपी के जो मेंबर्स हैं वो हमें अंदर जाने से रोक रहे थे। सेंट्रल इशू है जो आप लोग मांग कर रहे हैं अमित शाह के रेजिग्नेशन को लेकर। नहीं, सेंट्रल इशू है कि ये कॉन्स्टिट्यूशन पर आक्रमण कर रहे हैं और जो अंबेडकर जी की मेमोरी है उसका अपमान कर रहे हैं। बीजेपी सर आप लोगों से माफी की मांग कर रही है, कह रही है कांग्रेस माफी मांगे। मैम आपके साथ धक्का-मुक्की हुई है? मैम प्रियंका जी आपके साथ कोई बदसलूकी हुई? आपके साथ രാഹുൽ ഗാന്ധി പ്രതികരിക്കുകയായിരുന്നു മാധ്യമപ്രവർത്തകരോട്. പ്രിയങ്ക ഗാന്ധിയുടെ പ്രതികരണത്തിനായി മാധ്യമപ്രവർത്തകർ ശ്രമിക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിനാണ് പാർലമെന്റിന് പുറത്ത് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അംബേദ്കറിനെതിരെ അമിത്ഷാ നടത്തിയ പരാമർശം അത് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിനിടയാക്കിയിരിക്കുന്നു. അംബേദ്കറെ അവഹേളിക്കുന്ന തരത്തിൽ, ഭരണഘടനയെ പോലും അവഹേളിക്കുന്ന തരത്തിലാണ് അമിത്ഷായുടെ പ്രസ്താവന. അമിത്ഷായുടെ രാജി ആവശ്യപ്പെട്ടാണ് പ്രതിപക്ഷ എംപിമാരുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടാകുന്നത്. അംബേദ്കറിൻ്റെ ചിത്രം പതിപ്പിച്ച പ്ലക്കാർഡുകൾ ഏന്തിക്കൊണ്ടാണ് പാർലമെന്റ് മന്ദിരത്തിന് മുൻപാകെ പ്രതിപക്ഷ എംപിമാർ ഇപ്പോൾ പ്രതിഷേധ പ്രകടനം നടത്തുന്നത്. പാർലമെന്റിനകത്തും സഭയിൽ പ്ലക്കാർഡുകൾ ഉയർത്തിക്കൊണ്ട് തന്നെ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പ്രതിപക്ഷ എംപിമാരുടെ തീരുമാനം. അത് പറയുകയായിരുന്നു രാഹുൽ ഗാന്ധി മാധ്യമങ്ങളോട്. പ്രതിപക്ഷവുമായി തന്നെ ഈ പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ടില്ല, പ്രതിഷേധവുമായി മുന്നോട്ട് പോകും. അമിത്ഷായുടെ രാജി തന്നെയാണ് ആവശ്യം. ഇന്ന് രാവിലെ 10 മണിയോടുകൂടി അമിത്ഷാ ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാട് വ്യക്തമാക്കണമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ പാർലമെന്റിനകത്ത് എംപിമാർ ആവശ്യപ്പെട്ടിരുന്നു. ഇന്നലെ വൈകിട്ട് അദ്ദേഹം വാർത്താ സമ്മേളനം വിളിച്ച് അമിത്ഷാ മാപ്പ് പറയണം എന്ന് തന്നെയായിരുന്നു പ്രതിപക്ഷാംഗങ്ങളുടെ ആവശ്യം. പക്ഷേ വാർത്താ സമ്മേളനത്തിലും തൻ്റെ വാക്കുകൾ വളച്ചൊടിച്ചു എന്നല്ലാതെ കൃത്യമായ ഒരു വിശദീകരണം നൽകാൻ അമിത്ഷാ അക്കാര്യത്തിലും തയ്യാറായിരുന്നില്ല. അബ്ദുൾ റഷീദ് ദില്ലിയിൽ നിന്ന് തുടരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. റഷീദ്, പാർലമെന്റിനകത്തേക്ക് കയറ്റിവിടാൻ കഴിയാത്ത രീതിയിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ടോ? രാഹുൽ ഗാന്ധിയുടെ വാക്കുകളിൽ നിന്ന് അങ്ങനെയാണ് മനസ്സിലായത്. BJP എംപിമാർക്ക് പാർലമെന്റിനകത്തേക്ക് കടക്കാൻ പറ്റി, പക്ഷേ പ്രതിപക്ഷ എംപിമാരെ തടയുന്ന ഒരവസ്ഥ എവിടെയുണ്ടോ ഇപ്പോൾ? വിനീഷ, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. പ്രതിഷേധമുയർത്തുന്ന പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ നടപടി സ്വീകരിക്കുന്ന ഒരു നയമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇത്തരത്തിൽ പ്രതിഷേധമുയർത്തിയ പ്രതിപക്ഷ എംപിമാരെ തടയുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. അതേസമയം BJP എംപിമാരെയൊക്കെ തന്നെയും സഭയിലേക്ക് കടത്തിവിടുന്നു. ഇതിനെതിരെയും വലിയ രീതിയിൽ പ്രതിഷേധമാണ് ഇപ്പോൾ ലോക്സഭയിലുണ്ടായത്. ലോക്സഭയിലെ എല്ലാ പ്രതിപക്ഷ എംപിമാരും വലിയ രീതിയിൽ പ്രതിഷേധമുയർത്തുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. ഇതിനെ തുടർന്ന് സഭ പ്രക്ഷുബ്ധമാവുകയും സഭ ഇപ്പോൾ 2 മണിവരെ പിരിഞ്ഞിരിക്കുകയാണ്. രാജ്യസഭയും ആരംഭിച്ചിരിക്കുന്നു. എന്തായാലും രാജ്യസഭയിലും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്താൻ തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷ എംപിമാരൊക്കെ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അംബേദ്കർ പരാമർശം വലിയ രീതിയിലുള്ള പ്രതിപക്ഷത്തിൻ്റെ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. കഴിഞ്ഞ ദിവസവും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ പാർലമെന്റിനകത്തും പുറത്തും വലിയ രീതിയിൽ പ്രതിഷേധം ഉയർത്തുക എന്ന് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസും അതോടൊപ്പം ഇടതു പാർട്ടി എംപിമാരൊക്കെ തന്നെയും വ്യക്തമാക്കുന്നത്. എന്തായാലും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഇത്തരത്തിലുള്ള പരാമർശത്തിന് പിന്നാലെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ തീർച്ചയായും രാജിവെക്കണമെന്ന ഈ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ പ്രതിപക്ഷ എംപിമാരുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇതിൽ പ്രത്യേകം സൂചിപ്പിക്കുന്നത് പ്രതിപക്ഷ ഇന്ത്യ സഖ്യത്തിന് പിന്നാലെയുള്ള എല്ലാ എല്ലാ എംപിമാരും ഒന്നടങ്കം ഇതിനെ പ്രതിഷേധിക്കുന്നത് വ്യക്തമാണ്. ഈ BJP സർക്കാരിനെതിരെയുള്ള അമിത്ഷാക്കെതിരെയുള്ള ഈ പ്രതിഷേധത്തിൽ ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും ലോക്സഭ ഇപ്പോൾ 2 മണിവരെ പിരിഞ്ഞിരിക്കുകയാണ്. പ്രതിപക്ഷത്തിൻ്റെ വലിയ പ്രതിഷേധത്തെ തുടർന്നാണ് ഇപ്പോൾ ലോക്സഭ
പിരിച്ചുവിട്ടിരിക്കുന്നത്. 2 മണിക്ക് ശേഷം വീണ്ടും ആരംഭിക്കും. അപ്പോഴും വലിയ രീതിയിൽ പ്രതിഷേധം ഉയർത്താൻ തന്നെയാണ് ഇപ്പോൾ എംപിമാർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും രാജ്യസഭയും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാജ്യസഭയിലും വലിയ രീതിയിൽ പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. നിഷ, നേരത്തെ ഈ പ്രതിഷേധത്തിനിടയിൽ ഒരു എംപിക്ക് പരിക്കേറ്റതായുള്ള വിശദാംശങ്ങൾ അബ്ദുൾ റഷീദ് സൂചിപ്പിച്ചിരുന്നു. അദ്ദേഹത്തെ വീൽചെയറിൽ ഇരുത്തി പുറത്തേക്ക് കൊണ്ടുപോകുന്ന, ആംബുലൻസിലേക്ക് കയറ്റുന്ന ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ തത്സമയം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രതിഷേധത്തിനിടയിലായിരുന്നോ ഇത്തരത്തിലൊരു സംഭവം കൂടെ അവിടെ നടന്നത്? ഈ പ്രതിഷേധത്തിൽ BJP എംപിമാർ പങ്കെടുത്തിട്ടുള്ള പ്രതിഷേധത്തിലാണ് BJP MP പ്രതാപ് ചന്ദ്ര സാരംഗി ഇത്തരത്തിലൊരു അപകടം പറ്റിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. രാഹുൽ ഗാന്ധി തന്നെ തള്ളിയിടുകയും അതിനാൽ തനിക്ക് പരിക്കേൽക്കുകയും നെറ്റിയിൽ അദ്ദേഹത്തിൻ്റെ കണ്ണിനോട് ചേർന്നുള്ള ഭാഗത്ത് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. എന്തായാലും ഇത് വലിയ രീതിയിലുള്ള ഒരു സംഘർഷത്തിലേക്കും കടക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇരു മുന്നണികളിലെ എംപിമാർ പരസ്പരം വാഗ്വാദങ്ങൾ ഉണ്ടാക്കുന്നു. അതോടൊപ്പം മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്നതിൽ അംബേദ്കർ ശരിക്കും ആരുടേതാണ് എന്ന തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു സംശയം ഉളവാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ തങ്ങളുടേതാണ് എന്ന രീതിയിലുള്ള അവകാശവാദങ്ങളാണ് ഇപ്പോൾ ഇരു മുന്നണികളും ഉയർത്തുന്നത്. നമുക്കറിയാം, അംബേദ്കർ ദളിത് സമുദായത്തിനും അതോടൊപ്പം പിന്നോക്ക വിഭാഗങ്ങൾക്കും നമ്മുടെ ഭരണഘടനയ്ക്കും വേണ്ടി വലിയ രീതിയിൽ പ്രവർത്തിച്ചിട്ടുള്ളതാണ്. അദ്ദേഹത്തെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ വലിയ രീതിയിൽ അവഹേളിക്കുന്ന പ്രസ്താവന ഇറക്കിയതിന് പിന്നാലെയാണ് ഇപ്പോൾ വലിയ രീതിയിൽ പ്രതിഷേധമുള്ളത്. എന്തായാലും ഈ പാർലമെന്റിന് പുറത്തും വലിയ രീതിയിൽ പ്രതിഷേധം സംഘടിപ്പിക്കാൻ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. ജില്ല അതോടൊപ്പം സംസ്ഥാനം തലത്തിലൊക്കെ തന്നെയും ഈ അംബേദ്കർ പരാമർശത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കണമെന്ന് ഇപ്പോൾ AICC അറിയിച്ചിട്ടുണ്ട്. എന്തായാലും മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ തന്നെയും ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധം സംഘടിപ്പിക്കാൻ തന്നെയാണ് കോൺഗ്രസും മറ്റിടതു എംപിമാരും ഒക്കെ തന്നെയും തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും ലോക്സഭയിൽ വലിയ രീതിയിൽ പ്രതിഷേധമാണ് അല്പസമയം ഉണ്ടായത്. ഇതോടുകൂടി ലോക്സഭ പിരിച്ചുവിടുന്ന ഒരു സാഹചര്യമുണ്ടായി. രാജ്യസഭയിലും ഇപ്പോൾ വലിയ പ്രതിഷേധം തന്നെയാണ് പ്രതിപക്ഷ എംപിമാരൊക്കെ തന്നെയും ഉയർത്തുന്നത്. റഷീദ്, നമുക്ക് രാവിലെ തന്നെ ആ ദൃശ്യങ്ങൾ കണ്ടതാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് തന്നെയാണ് പാർലമെന്റിന് പുറത്ത്, പാർലമെന്റിന് മുറ്റത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് രാവിലെ തന്നെ അരങ്ങേറിയത്. ഇന്നലെ ഉണ്ടായിരുന്നു പ്രതിപക്ഷാംഗങ്ങളുടെ ഇന്ത്യ സഖ്യത്തിൻ്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം. ഇന്ന് ലോക്സഭയ്ക്കകത്തും വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് തന്നെയാണ് ലോക്സഭയുടെ ഉൾവശവും സാക്ഷ്യം വഹിച്ചത്. നമുക്കറിയാം, രാജ്യസഭയിലേക്ക് വരുമ്പോൾ രാജ്യസഭയിലും കഴിഞ്ഞ ദിവസം തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധ സ്വരങ്ങൾ പാർലമെന്റിനകത്ത് തന്നെ, രാജ്യസഭയ്ക്കകത്ത് തന്നെ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP ആയാലും K രാധാകൃഷ്ണൻ MP ആയാലും ഒക്കെ ഉയർത്തിയിരുന്നു. ചാതുർവർണ്ണ വ്യവസ്ഥിതി തിരിച്ചു കൊണ്ടുവരാനുള്ള മോദി സർക്കാരിൻ്റെ നയത്തിൻ്റെ പിന്തുടർച്ചയാണ് ഇത്തരത്തിൽ അംബേദ്കറെ അവഹേളിക്കുന്ന തരത്തിൽ, ഭരണഘടനയെ പോലും വെല്ലുവിളിക്കുന്ന തരത്തിൽ അമിത്ഷാ ഇറക്കിയ പ്രസ്താവന എന്ന് ഇടത് MPമാർ പറയുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യസഭയിലും പ്രതിപക്ഷാംഗങ്ങൾ ഇതേ നിലപാട് തന്നെ സ്വീകരിക്കാനല്ലേ സാധ്യത? രാജ്യസഭയും ഇത്തരം പ്രതിഷേധങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ്. ഇപ്പോൾ രാജ്യസഭയിൽ എന്താണ് സംഭവിക്കുന്നത്? വിനീഷ, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. രാജ്യസഭയും ഇപ്പോൾ 2 മണി വരെ പിരിഞ്ഞിരിക്കുകയാണ്. പ്രതിപക്ഷ എംപിമാരുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് രാജ്യസഭയിലും ഉണ്ടായത്. ഇതിനെ തുടർന്ന് സഭ പ്രക്ഷുബ്ധമാകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. ഇപ്പോൾ രാജ്യസഭയും ഇപ്പോൾ 2 മണി വരത്തേക്ക് പിരിഞ്ഞിരിക്കുന്നു. എന്തായാലും പ്രതിപക്ഷം വലിയ രീതിയിലുള്ള ശക്തമായ പ്രതിഷേധം ഇരു സഭകളിലും ഉയർത്തി. ഇതിന് പിന്നാലെ ഇപ്പോൾ ഇരു സഭകളും നിർത്തിവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് സഭാധ്യക്ഷന്മാർ കടന്നിരിക്കുന്നതിന് പാർലമെന്റിന് അകത്തും പുറത്തും വലിയ രീതിയിൽ പ്രതിഷേധം ഇനിയും സംഘടിപ്പിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷ എംപിമാർ ഒന്നടങ്കം പറയുന്നത്. പ്രത്യേകിച്ചും ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജിവെക്കണം, അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇടപെട്ടുകൊണ്ട് ആഭ്യന്തരമന്ത്രി അമിത്ഷായെ മന്ത്രിസഭയിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന ശക്തമായ നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷ എംപിമാരൊക്കെ തന്നെയും നിലയുറപ്പിച്ചിട്ടുള്ളത്. അതോടൊപ്പം രാജ്യസഭയിൽ ഇത്തരത്തിൽ ഇടതുപക്ഷ എംപിമാരൊക്കെ തന്നെയും പ്രതിഷേധമുയർത്തി. പ്രത്യേകിച്ചും ജോൺ ബ്രിട്ടാസ് MPയും അതോടൊപ്പം ലോക്സഭയിൽ K രാധാകൃഷ്ണൻ MPയും അടക്കമുള്ളവരൊക്കെ തന്നെയും പ്രതിഷേധമുയർത്തി. ഇതിനെയൊക്കെ തന്നെ ഈ രാജ്യസഭ വലിയ രീതിയിൽ, രാജ്യസഭയും ലോക്സഭയും പ്രക്ഷുബ്ധമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടക്കുകയായിരുന്നു. എന്തായാലും ഈ 2 മണി വരെയും അതിനുശേഷവും വലിയ രീതിയിൽ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷ എംപിമാരൊക്കെ തന്നെയും നടത്തിയിട്ടുള്ളത്. അതേസമയം ഈ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഈ നടപടിയെടുക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ BJPയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ചും പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. തങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുന്നവരെ അടിച്ചമർത്തുന്ന നിലപാട് നേരത്തെയും കേന്ദ്ര സർക്കാർ, മോദിയുടെ എല്ലാ സർക്കാരുകളും നേരത്തെയും കൈക്കൊണ്ടിട്ടുള്ളത്. ഇതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ്
തന്നെയാണ് തങ്ങൾക്കെതിരെ, പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധിക്കുന്നവർക്ക് നേരെ വലിയ രീതിയിൽ അക്രമം അഴിച്ചുവിടുകയും അവരെ തടയുകയും ചെയ്യുന്ന ഒരു പ്രവണതയിലേക്കും ഒരു നിലപാടിലേക്കും കേന്ദ്രം ഇപ്പോഴും പാർലമെന്റിൽ നടന്നിരിക്കുന്നു. അതായത് ലോക്സഭയിലേക്ക് ചില എംപിമാർക്ക്, പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെയും പ്രതിപക്ഷത്തുള്ള മറ്റു എംപിമാർക്കും കടക്കാൻ ഉള്ള അനുവാദം നൽകിയില്ല. അതേസമയം BJP എംപിമാർക്ക് കടക്കാനുള്ള അനുവാദം നൽകുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു സംഘർഷത്തിലേക്ക് പോലും ചെന്നെത്തിച്ചേരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇരു സഭകളിലും ഉള്ളത്. എന്തായാലും ഇരു സഭകളും ഇപ്പോൾ 2 മണിവരെ പിരിഞ്ഞിരിക്കുകയാണ്. പ്രതിപക്ഷ പാർട്ടികളുടെയും പ്രതിപക്ഷ എംപിമാരുടെയും ഒക്കെ തന്നെയും വലിയ പ്രതിഷേധത്തിന് പിന്നാലെയാണ് ഇപ്പോൾ സഭ പ്രക്ഷുബ്ധമായി 2 മണിവരെ പിരിഞ്ഞിരിക്കുന്നത്. ശരി റഷീദ്, വ്യക്തമാണ്. പാർലമെന്റിന്റെ ഇരുസഭകളും വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിനാണ് ഇന്നും സാക്ഷ്യം വഹിച്ചത്. പാർലമെന്റിനകത്തും പുറത്തും വലിയ രീതിയിലുള്ള പ്രതിഷേധം പ്രതിപക്ഷാംഗങ്ങളുടെ ഭാഗത്തുനിന്ന്, ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി. BR അംബേദ്കറെ സംബന്ധിച്ചുള്ള അവഹേളന പ്രസ്താവനയിൽ അമിത്ഷാ രാജിവെക്കുക, മാപ്പ് പറയുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു പ്രതിപക്ഷാംഗങ്ങളുടെ പ്രതിഷേധ പ്രകടനം. പാർലമെന്റിനകത്തും പുറത്തും ഇരുസഭകളിലും പ്രതിപക്ഷ എംപിമാർ ഇത് സംബന്ധിച്ച പ്രതിഷേധ പ്രകടനം ഉയർത്തി. BR അംബേദ്കറിന്റെ ഫോട്ടോ ഉയർത്തിക്കാണിച്ച്, പടം ഉയർത്തിക്കാണിച്ച, പ്ലക്കാർഡുകൾ ഉയർത്തിക്കാണിച്ചാണ് പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധം ഉയർത്തിയത്. ഇരുസഭകളും 2 മണിവരെ പിരിഞ്ഞിരിക്കുകയാണ്. വിശദാംശങ്ങളാണ് അബ്ദുൾ റഷീദ് നൽകിയത്.